ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറിഞ്ഞും അനുഭവിച്ചും അതിന് നന്ദി കാണിച്ചും ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കി തീർക്കാൻ ശ്രമിക്കണം എന്നെന്നോടും നിങ്ങളോടും ഗൗരവബുദ്ധ്യാ ഉണർത്തുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ജീവിതം കുറെ കൂടി ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് മാറി തുടങ്ങിയിട്ട് മാറ്റങ്ങളുണ്ട്, എല്ലായിടത്തും മാറ്റങ്ങളുണ്ട്. നമ്മുടെ ചിട്ടകളിലും ജീവിതത്തിലുമൊക്കെ ഒരു വല്ലാത്ത വൃത്തി വന്നു ചേർന്നിട്ടുണ്ട്. ഇബാദത്തുകളിൽ നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളേറെ ജാഗ്രതയും ശുഷ്കാന്തിയും നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൃഹാന്തരീക്ഷം കുറെ കൂടി ഒരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പള്ളികളൊക്കെ ജനനിബിഡമാണ്, ജമാഅത്തുകളിൽ അംഗസംഖ്യ കൂടുതലാണ്. അങ്ങനെ പോകുന്നു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ അവസ്ഥ. ഖുർആനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഇരുന്നു, പഠിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പാരായണവും അങ്ങനെ തന്നെ. ഇഫ്താർ മീറ്റുകളും സൗഹൃദ സംഗമങ്ങളുമായി മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ കുറെ കൂടി സുദൃഢമാക്കാനും പുതുക്കുവാനുമുള്ള അവസരങ്ങളും ഒക്കെയായി ജീവിതം ഒരു പുതുവഴിയിലൂടെ നീങ്ങിപ്പോവുകയാണ്. അതിന് വരും നാളുകളിൽ, നാളെ മുതൽക്കുള്ള ദിവസങ്ങളിൽ കുറെ കൂടി ഗതിവേഗം കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ കാരണം അതതിൻ്റെ അവസാനത്തെ ലാപ്പിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ്. ഈ അവസാനത്തെ 10 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുന്തിയ പരിഗണന നൽകുകയും അരയും തലയും മുറുക്കി പ്രവാചക തിരുമേനി അതിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാരത കാണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പോകുന്ന ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ തന്നെ ആവണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു രാവ് ഇനിയുള്ള രാത്രികളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ്. കൃത്യമായി പറയാനാവാത്ത ലൈലത്തുൽ ഖദ്ർ അതുണ്ടാവുകയും ആ രാത്രിയിലെ ആരാധനകൾക്ക്, പുണ്യകർമ്മങ്ങൾക്കൊക്കെ 1000 മാസം പുണ്യം ചെയ്ത പ്രതിഫലം കിട്ടും എന്നും നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ പാപമോചനത്തിന്റെ ദിനങ്ങളായി ഈ ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇസ്തിഗ്ഫാർ,
തൗബ. ഈ ഒരു അവസ്ഥ മുമ്പിലുണ്ടാകുമ്പോൾ മനുഷ്യൻ നന്നാവുന്നത് അപ്പോഴാണ്. മനുഷ്യൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതും തൗബ ചെയ്യുമ്പോഴാണ്. അഥവാ ആ വിഷയത്തിൽ ഒരു പശ്ചാത്താപ മനസ്സുണ്ടാകുമ്പോഴാണ്. അത് നന്മയുടെ വഴിയിൽ മാത്രം സഞ്ചരിക്കുന്ന ആളുകൾ ഉണ്ടാകില്ല. അത് അങ്ങനെയുള്ള ജീവിതങ്ങൾ അപൂർവമോ ഒരുപക്ഷെ അസാധ്യമോ ആണ്. അപൂർവമായിരിക്കും, അസാധ്യമായിരിക്കും എന്ന് വിശ്വസിക്കലാണ് നല്ലത്. കുല്ലു ഇബ്നു ആദമിൻ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ എന്ന് തീർത്തു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് പിഴച്ച ചുവടുവെപ്പുകൾ വെക്കുന്നവരാണ്. ജീവിതത്തിൽ പിഴവുകൾ സംഭവിക്കുന്നവർ വലിയ പാപികളാണ് എന്നല്ല അതിനർത്ഥം. പിഴവുകൾ ഉണ്ടാകുന്നവരാണ്. പൊറുക്കണം റബ്ബേ എന്ന് പറയേണ്ട അവസ്ഥയുള്ളവരാണ്. അതിൽ അങ്ങനെ പറയുന്നവരാണ്, പൊറുപ്പിക്കുന്നവരാണ് ഏറ്റവും നല്ലവരെന്ന്. നമ്മൾ വിശ്വാസികൾ, വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവും നമ്മളും തമ്മിലെടുക്കുന്ന ഒരു കരാറാണ്. ആ കരാറ് നമ്മൾ ഓരോ ദിവസവും 5 നേരം പുതുക്കുന്നുമുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഈ പ്രതിജ്ഞ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അതൊരു ആ കരാറിൽ നിന്ന് വിട്ടുപോകുന്നു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ എന്നത് മറക്കാതിരിക്കുക. ഞാനും എന്റെ പടച്ചതമ്പുരാനും തമ്മിലുണ്ടാക്കി വെച്ച ഒരു കരാറ്, നന്നായി ജീവിച്ചു കൊള്ളാം, എന്റെ ജീവിതം നിന്റെ തൃപ്തിക്കാക്കി തന്നെ മാറ്റിക്കൊള്ളാം, അരുതാത്തതൊന്നും ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കും ഞാൻ എന്നിത്യാദി കരാറുകളാണ് പൊളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു തത്വമുണ്ട്. ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. ഒരാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല. അഥവാ അയാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറയുന്ന ഒരു ഹദീസ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിചയമുള്ളതാണ്. പശ്ചാത്തപിക്കുമ്പോ ഈ തെറ്റുകൾ ചെയ്തു പോയ മനുഷ്യൻ, ചെറിയ തെറ്റും വലിയ തെറ്റും ഒക്കെ ചെയ്തു പോയ മനുഷ്യൻ പശ്ചാത്തപിക്കുമ്പോ അള്ളാഹുമായിട്ടുള്ള ഈ മുറുകിയ ബന്ധത്തിലേക്കും കരാറിലേക്കും തിരിച്ചു നടക്കുകയാണ്. പൊട്ടിപ്പോയ ഒരു ബന്ധങ്ങൾ രണ്ടാമത് വിളക്കി ചേർക്കുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തെക്കാൾ അത് ഊഷ്മളവും സുദൃഢവുമായി വരുന്നത് നമുക്ക് അനുഭവമുണ്ടല്ലോ. അള്ളാഹുവുമായി ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ പൊട്ടിപ്പോകുമ്പോ തിരിച്ച് ആ ബന്ധം കുറെ കൂടി ഊഷ്മളവും കുറെ കൂടി സുദൃഢവും സുഭദ്രവുമാക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ആ തെറ്റുകൾ ഏറ്റുപറയുക എന്നത്. എവിടെയെങ്കിലും പോയി പറയല്ല, എവിടെയെങ്കിലും പോയി എനിക്കങ്ങനെ തെറ്റുപറ്റി എന്ന് പറയില്ല. തെറ്റ് ചെയ്തത് ആരോടാണോ അയാളോടാണ് മാപ്പാക്കണം എന്ന് പറയേണ്ടത്. അതിനെക്കുറിച്ചൊരു മനോഹരമായ ഉപമ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അള്ളാഹുവിനെ ഒരു അടിമ തൗബ ചെയ്യുമ്പോഴുണ്ടാകുന്ന അങ്ങേയറ്റത്തെ ആഹ്ലാദത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ യാത്ര പോകുന്നു എന്ന് സങ്കല്പിക്കുക. 1400 വർഷങ്ങൾക്കപ്പുറം അറേബ്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പരിചയമുള്ള ഒരു സംഗതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ഒട്ടകപ്പുറത്ത് നിങ്ങളുടെ പാഥേയമുണ്ട്. നിങ്ങൾക്ക് കുടിക്കാനുള്ളതും ഭക്ഷിക്കാനുള്ളതും നിങ്ങൾക്ക് മാറാനുള്ള ഡ്രസ്സും എല്ലാം ആ ഒട്ടകപ്പുറത്താണുള്ളത്. ആ ഒട്ടകത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ ഉറങ്ങിപ്പോയി വിശ്രമിക്കവേ ഉണർന്നു നോക്കുമ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു വല്ലാത്ത സങ്കടക്കടലിൽ മുങ്ങിത്താവുകയാണ് ഒരു മനുഷ്യൻ. അങ്ങനെ അയാൾ വീണ്ടും മയങ്ങിപ്പോയി. പിന്നെ അയാൾ ഉറന്നു നോക്കുന്നത് അയാളുടെ മുമ്പിൽ ആ ഒട്ടകം വന്നു നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ്. ഈ സന്ദർഭത്തിൽ അയാൾ അറിയാതെ പറഞ്ഞു പോകുന്നത് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് തെറ്റിപ്പോവുകയാണ്. അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. തിരിച്ചാണ് പറയേണ്ടിയിരുന്നത്. ഞാൻ നിന്റെ അടിമയും നീ എന്റെ രക്ഷിതാവുമാണല്ലോ തമ്പുരാനെ എന്നതിന് പകരം തിരിച്ചായി പോയി പറഞ്ഞത്. അയാളുടെ സന്തോഷത്തിന്റെ ആധിക്യം കാരണം ഇതാണ്. വിശ്വാസി പാപം ചെയ്യുമ്പോ അള്ളാഹുവിനൊരു വിശ്വാസിയെ നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെട്ട വിശ്വാസി അവനോ അവളോ പശ്ചാത്തപിക്കുമ്പോ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തിരിച്ചു കിട്ടുകയാണ്. അതിന്റെ ആഹ്ലാദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മനോഹരമായി ഉപമയിലൂടെ പഠിപ്പിക്കുന്നത്.
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തെറ്റ് ചെയ്തു പോയ അടിമ പശ്ചാത്തപിക്കുക എന്നതാണ്. അറഫാ മൈതാനിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആകാശലോകത്തെ മലക്കുകളോട് മാലാക്കന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ്ടോടാണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ എന്തിനാണ് ഈ മനുഷ്യരെ പടക്കുന്നത് എന്ന്, അതാണ് നിങ്ങൾക്ക് കഴിയാത്തത്. അവർ ചെയ്തു പോയ തെറ്റുകൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? ഊറ്റം കൊള്ളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഹദീസിന്റെ മലയാളം. പശ്ചാത്തപിക്കണം ഞാനും നിങ്ങളും. പശ്ചാത്തലത്തിന് പക്ഷേ ഉപാധികളുണ്ട്. ആ ഉപാധികൾ ചെയ്തുപോയ തെറ്റിലുള്ള ഒടുങ്ങാത്ത ഖേദമാണ്, അങ്ങേറ്റത്തെ ഖേദം, വ്യസനമുണ്ടാവണം. പാപങ്ങൾ ചെയ്തുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. കുറ്റം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ എടങ്ങേറുണ്ടാക്കുന്നതാണ്, പ്രയാസമുണ്ടാക്കുന്നതാണ്. എത്ര അലൈഹിന്നാസ്, ആളുകൾ അത് കാണരുത് എന്ന് താങ്കൾ വിചാരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ പാപമാണ്. അതൊക്കെ ചെയ്തു പോയെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണം, പൊറുപ്പിക്കണം. അങ്ങനെയുള്ള വലിയ തെറ്റിന്റെ കാഠിന്യം എത്ര കൂടുന്നുവോ മനസ്സിന്റെ ഈ പൊറുതികേടും വിഷമവും കൂടിക്കൂടി വരും. ആ മനസ്സ് ആദ്യം ആ പൊറുതികേടിലേക്ക്, ഈ വിഷമകരമായ അവസ്ഥയിലേക്ക് ഇനി തിരിച്ചു നടക്കില്ലെന്ന് ആദ്യം ഉറപ്പിക്കണം. അതിനുശേഷം ആ തെറ്റാദ്യം നിർത്തണം. അതിനുശേഷം തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തൗബ ചെയ്യരുത്, തെറ്റ് നിർത്തണം. അതിനുശേഷം ഈ ഒരു മാനസികാവസ്ഥയും ഉണ്ടാവണം. ഇനി തിരിച്ചു പോകില്ലെന്ന് ഒരു ദൃഢബോധ്യവും ഉറപ്പും മനസ്സിലുണ്ടാവുകയും വേണം. ഇത്രയും ആയാൽ മാത്രമേ തൗബ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓട് കൽപ്പിച്ച മറ്റൊരു സംഗതിയുണ്ട്. ഇത് അല്ലാഹുവിനോട് മാത്രമുള്ള തെറ്റിന്റെ കാര്യമാണ്. അള്ളാഹു അവകാശ ബാധ്യതകൾ നിർണയിച്ചു തന്ന കുറെ ആളുകൾ നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട്. പല കടമകളും കടപ്പാടുകളും നമ്മൾക്ക് അവരോടുണ്ട്. ആ കടമകളിലും കടപ്പാടുകളിലുമാണ് ഈ അക്രമം കാണിച്ചതെങ്കിൽ, ഈ തെറ്റ് വരുത്തിയതെങ്കിൽ ആദ്യം അവരാണ് പുറത്തു തരേണ്ടത്. അതിനുശേഷം മാത്രമേ അള്ളാഹു പുറത്തു തരികയുള്ളൂ. അത്തഹല്ലുൽ മിൻ സാഹിബിൽ ഹഖ്, ആരുടെ അവകാശങ്ങളാണോ കവർന്നത് ആ കവരപ്പെട്ടവനോട് നമ്മൾ മാപ്പിരക്കണം. വളരെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. ഒരു രക്തസാക്ഷി, അയാൾ രക്തസാക്ഷിയാകുന്നതോടുകൂടി അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇല്ലദ്ദൈൻ, കടമായി തന്നെ കടക്കുമെന്ന്. ഇത് മനുഷ്യനും തമ്മിലുള്ള അവകാശത്തിൽ ഉള്ള വീഴ്ചയാണ്, കടമകളാണ്, വീട്ടി തീർക്കേണ്ട കടമാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അള്ളാഹുവിന്റെ ബാധ്യതകൾക്ക് പുറമെ മനുഷ്യന് ഈ ഉള്ള ഒരുപാട് ബാധ്യതകൾ, ഒരു രക്തസാക്ഷിത്വം കൊണ്ടുപോലും തീരാത്ത മനുഷ്യരോടുള്ള കടങ്ങൾ നമ്മൾ ആലോചിക്കാറില്ല. അങ്ങനെ അള്ളാഹുവോടുള്ള ബാധ്യതകളൊക്കെ പവിത്രവും മനുഷ്യന്മാരോടുള്ള ബാധ്യതകൾ നിസ്സാരവും എന്ന ജീർണമായ ചിന്ത ചില വിശ്വാസികൾക്കുണ്ട്. തെറ്റായ പിഴച്ച ചിന്ത. പടച്ചവനോടുള്ള ബാധ്യതകളൊക്കെ യഥോചിതം നിർവഹിക്കുകയും കൃത്യമായിരിക്കുകയും ചെയ്യും. എന്നാൽ പടപ്പുകളോട്, മാതാപിതാക്കളോട്, മക്കളോട്, അയൽവാസികളോട്, ബന്ധുക്കളോട്, കുടുംബക്കാരോട്, കീയാളരോട്, ജീവനക്കാരോട്, അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളോടുള്ള അവകാശ ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് ഒരു വല്ലാത്ത മറ്റൊരു നയവും, അതത്ര പവിത്രമല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥ മനുഷ്യന്റെ അവകാശങ്ങൾ നിർവഹിക്കുന്നത് ഇത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മറ്റ് ഇസങ്ങളെവിടെ, ആശയങ്ങളെവിടെ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അന്യായം ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ, ളുൽമുണ്ടായിക്കൂടാ. അന്യായം ചെയ്തുകൊണ്ട് ജീവിക്കുക, എന്നിട്ട് പടച്ചതമ്പുരാനോട് കൈനീട്ടുക. അയാളുടെ പാപമോചനം മാത്രമല്ല, അയാളുടെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. എല്ലാവർക്കും പരിചയമുള്ള ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. റജുൽ, ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുക. യുതീലു സഫർ അശാഫ അഅ്ബർ, ദീർഘമായി യാത്ര ചെയ്ത ഒരു സഞ്ചാരിയാണ് അയാൾ. അയാളുടെ മുടിയൊക്കെ ശരീരം പൊടി പറ്റിയിട്ട് ആകെ പൊടിപടലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ ജടകുത്തിയിട്ടുണ്ട്.
അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മത്അമുഹു ഹറാം മഅകലുഹു ഹറാം മശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയ ഫിൽ ഹറാം ഫഅന്നാ യുസ്തജാബ്. അയാളുടെ വേഷവും അയാളുടെ ഭക്ഷണം അയാളുടെ എല്ലാം അയാൾ തന്നെ ഹറാമിൽ ഊട്ടപ്പെട്ട മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള ഈ ആവശ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക? ഇല്ല, ഉത്തരം ലഭിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മനുഷ്യരോടുള്ള അവകാശ ബാധ്യതകൾ വീട്ടാത്തവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല, സാധാരണ ദുആ പോലും. എന്നിട്ടല്ലേ ഇസ്തിഗ്ഫാർ? നമ്മൾ തോറ്റുപോകുന്നതും അമാന്തം കാണിക്കുന്നതും പലപ്പോഴും അള്ളാഹുവോടുള്ള ബാധ്യതകൾ ഇസ്തിഗ്ഫാറിലൂടെ തീരും. പക്ഷേ ആ ബാധ്യതക്കപ്പുറം മനുഷ്യന്മാരോട് കാണിച്ച തോന്യാസങ്ങൾ, അയാളുടെ മാനം കവർന്നത്, അയാളെ ആക്രമിച്ചത്, അയാളുടെ സ്വത്ത് കവർന്നത്, അയാളെ പറ്റിച്ചത്, ചതിച്ചത്, വഞ്ചിച്ചത്, ഇതൊന്നും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവാറില്ല. തൗബ ചെയ്യുമ്പോ, ഇസ്തിഗ്ഫാർ നടത്തുമ്പോ. അതിന് ഓന്റെ മുമ്പിൽ പോയെന്ന് കാണാൻ ഞാൻ ഇനിത് പറയണ്ടേ? അതൊരു ഈഗോ പ്രശ്നം, അതൊരു ഈഗോ തന്നെയാണ്. ആ ഈഗോ പ്രശ്നം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ തെറ്റ് ചെയ്യാം, പിന്നീട് ഇസ്തിഗ്ഫാർ ചെയ്യാം എന്ന ഒരു ലാഘവ ബുദ്ധിയോടുകൂടി ആളുകൾ പെരുമാറുന്നുണ്ട്. തെറ്റൊക്കെ ചെയ്യാലോ, ഇനി കുറച്ച് പ്രായമായിട്ടുള്ളൂ, ഇനി കുറെ ജീവിതത്തിന്റെ ഒരു സായം സന്ധ്യയിലെത്തുമ്പോൾ ഇസ്തിഗ്ഫാർ തൗബൊക്കെ ചെയ്താണ് കൂടിയാൽ മതിയല്ലോ. അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. യൂസുഫ് എന്ന് പറയുന്ന ഒരു അനിയനെ ഇക്കാക്കമാരായ ആളുകൾ സംഘം ചേർന്ന് കൊണ്ടുപോയിട്ട് ഒരു സംഭാഷണം ഉണ്ട് അവരുടെ. യൂസുഫ് അവിത്രൂ, ഒന്നുകിൽ നമുക്ക് യൂസുഫിനെ കൊന്നുകളയാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നാട് കടത്താം. എന്നിട്ടോ അതിനുശേഷം നമുക്ക് നല്ല മനുഷ്യന്മാരായി ജീവിക്കാം. തെറ്റങ്ങോട്ട് ചെയ്യാം, തൽക്കാലം തെറ്റ് ചെയ്യാം, കുറെ കഴിഞ്ഞതിന് ശേഷം ആ തെറ്റൊന്ന് രക്ഷപ്പെട്ട് തൗബ ചെയ്ത് മടങ്ങാലോ. അങ്ങനെയുള്ള തെറ്റിന് അള്ളാഹു തൗബ സ്വീകരിക്കൂല്ലേ? അത് നമ്മുടെ മനസ്സെന്നെ പറയില്ല എന്ന്. പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യുക, അത് ഇൻഷാ അല്ലാഹ് പറയാം. തൗബയുടെ ഷർത്തിൽപ്പെട്ടതല്ല ഒരിക്കലും തൗബ ചെയ്തു പോയ ഒരാൾ പിന്നെ മാസവുമായി ജീവിക്കണം എന്നത്. ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, തൗബ ചെയ്തിരുന്നു, നന്നായി ജീവിച്ചിരുന്നു, ഞാൻ പിന്നെയും തെറ്റ് ചെയ്തു പോയി, ഇനി എനിക്കെന്ത് തൗബ, ഇനിയിപ്പോ ഇതങ്ങോട്ട് ആസ്വദിക്കല്ലാതെ വേറെ മാർഗമില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീ പുരുഷന്മാർ തെറ്റുകളിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അവരുടെ ന്യായം എന്താണെന്നറിയോ? ആദ്യമൊക്കെ നന്നായി ജീവിച്ചു, പിന്നെ തെറ്റ് ചെയ്തപ്പോ ഫസ്റ്റിലൊക്കെ തൗബ ചെയ്തു, പിന്നെ ഞാൻ നന്നായി, പിന്നെ ഞാൻ എങ്ങനായി. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫലൈസ മിൻ ശർത്തി തൗബ അൽ ഇസ്തിഗ്ഫാറുൽ ഇസ്മ ബഅദഹു, അതിനുശേഷം മാസവുമായി ജീവിക്കണമെന്നും അള്ളാഹു പറയുന്നില്ല. മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ ഒരു അടിമ തെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ അടിമ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, പുറത്തു തരണേന്ന്. അദ്നബ അബ്ദി ദംബൻ ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഗ്ഫിറു ബിദ്ദംബ്. അങ്ങനെ പടച്ചവൻ പറയുന്നു, എന്റെ ഒരു അടിമ ഇന്നാലിന്ന സ്ഥലത്ത് തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്ത ആ അടിമക്ക് ബോധ്യം വന്നു, എല്ലാം പൊറുക്കുന്ന ഒരു പടച്ച തമ്പുരാൻ അയാൾക്കുണ്ട് എന്ന്. ആ മാനസികാവസ്ഥയെ അള്ളാഹു ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും എന്നിട്ട് അയാൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ വീണ്ടും തെറ്റ് ചെയ്തു പോയി. അപ്പോഴും അയാൾ തൗബ ചെയ്തു, അള്ളാഹു അപ്പോഴും പുറത്തു കൊടുത്തു. പിന്നെയും കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ തെറ്റ് ചെയ്തു പോയി, അയാൾ വീണ്ടും തൗബ ചെയ്തു, അയാൾ പുറത്തു കൊടുക്കും. ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് തെറ്റുകുറ്റങ്ങൾ പലപ്പോഴും നമ്മൾ ഉണ്ടായി കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, തെറ്റുകളിൽ വന്ന് പെട്ടുപോകും. സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുക എന്നതാണ് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് ഞാനും നിങ്ങളും പഠിച്ചു വെക്കേണ്ടതുണ്ട്. അവസരങ്ങളാണ് തെറ്റുകൾ ഉണ്ടാക്കുക എന്നത് എല്ലാവർക്കും അറിയാലോ. അത്തരം അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രതയും ശ്രദ്ധയും ബുദ്ധിയുമാണ് നമ്മൾ കാണിക്കേണ്ടത് എന്ന് ചുരുക്കം. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം. ലൗ ലം തുദ്നിബൂ,
നിങ്ങളാരും തെറ്റ് ചെയ്യാത്തവരായി വളരെ സുരക്ഷിതരായി ജീവിക്കുകയാണെങ്കിൽ ലദഹബല്ലാഹു ബിക്കും, അള്ളാഹു നിങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് മറ്റൊരു ജനവിഭാഗത്തെ ഇവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും. യുദ്നിബൂൻ ഫയസ്തഗ്ഫിറൂനല്ലാഹ തആല, അവർ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടാകും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നുമുണ്ടാകും. ആവർത്തിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് പാപം ഏറ്റുപറയുക എന്നത്. ഇത് എന്നും തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല. അബദ്ധത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കുറയുമ്പോ അതാണ് ഈ ജഹാലത്ത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കുറയുമ്പം സംഭവിച്ചു പോകുന്ന തെറ്റുകളെ കുറിച്ചാൽ ലൗലാ അന്നകും തുദ്നിബൂന ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂൻ ഫയസ്തഗ്ഫിറൂൻ ഫയഗ്ഫിർ ലഹും. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞതാ. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ തെറ്റുകളിലേക്ക് വീഴുന്നു. ആ തെറ്റുകളിലേക്ക് വീഴൽ പിന്നെയും സംഭവിച്ചു പോവാം, പിന്നെയും സംഭവിച്ചു പോകും, പിന്നെയും തൗബ ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കണം. ഒറ്റ കാര്യം ഗൗരവത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പുണ്യത്തെക്കാൾ സ്വർഗത്തിലെത്താനുള്ള വഴി പാപമോചനമാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യത്തെക്കാൾ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾ പാപമോചനത്തിലേക്ക് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് പാഞ്ഞെത്തണം. നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളിലാണ് ന്യൂനതകളില്ലാത്തത്? ആ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം. സഹാബ കിറാം അവർ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമാണോ ഇല്ലേ എന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ ടെൻഷനിലായിരുന്നു. നമുക്കതിന്റെ ടെൻഷനൊന്നും, നമുക്ക് ഈ ഓവർ കോൺഫിഡൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ എത്ര ചെറുതാണെങ്കിലും അത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്ന വിഷയത്തിലാണ് മനസ്സിന് ആദ്യം വേണ്ടത്, വിഷമം വേണ്ടത്, ജാഗ്രതയും ശ്രദ്ധയും വേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിലല്ലാതെ സ്വർഗലോകത്തേക്ക് എത്താൻ സാധിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു കയറാനാവില്ല. സഹാബത്ത് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അപ്പൊ നിങ്ങളോ നബിയെ? വല അന, ഞാനും കടന്നു കയറില്ല. ഇല്ലാ അയ്യതഅമ്മദിനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ടല്ലാതെ നമ്മൾ ആരും സ്വർഗത്തിലെത്താൻ പോകുന്നില്ല. ഈ കാരുണ്യത്തിന് കൈനീട്ടാത്തവരാണ് അല്ലാഹുവിന്റെ ശത്രു. ഈ കാരുണ്യത്തിന് കൈനീട്ടാത്തവരാണ് അറുപിശുക്കൻ. ഈ കാരുണ്യത്തിന് കൈനീട്ടുന്നതിന്റെ പേരാണ് തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ. അത് മറ്റെവിടെയെങ്കിലും പോയി നീട്ടരുത്. അള്ളാഹുവിന് അത്രമേൽ കോപമുള്ള, അത്രമേൽ ഏറെയുള്ള മറ്റൊരു സംഗതിയില്ല. അള്ളാഹു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവണ്ട. 99 ആളെ കൊന്നു എനിക്കിനി പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചൊരു പൂർവിക സമുദായത്തിലെ അംഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രവാചക തിരുമേനി നമ്മുടെ മുമ്പിൽ. ഇല്ലെന്ന് പറഞ്ഞ പുരോഹിതരെ കൂടി അയാൾ കൊന്നു 100 തികച്ചു. എന്നിട്ട് ആ 100 ആളെ കൊന്ന ഒരാൾ അപ്പുറത്ത് വിവരമുള്ള ഒരു ആലിമിന്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോ, ഉണ്ട്, താങ്കൾക്ക് പശ്ചാത്താപത്തിന് ഇനിയും അവസരം. ആ ഹദീസ് എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് പഠിപ്പിച്ചത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. കൂമ്പാരമായി തെറ്റുകൾ ഇങ്ങനെ കൂമ്പാരമായി നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെയും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതാണ് ഈ പടച്ചതമ്പുരാന്റെ കാരുണ്യം. അള്ളാഹു റഹീമാണ് എന്ന് പഠിക്കുന്നതോടുകൂടി അള്ളാഹുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈനീട്ടുന്നത് എന്നേക്കുമായി അവസാനിപ്പിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു പുറത്തു തരാൻ അള്ളാഹു വെച്ച ഒരു ഉപാധിയുണ്ട്. അള്ളാഹു ഒരു ദൈവം, ആ ദൈവത്തോട് നമ്മൾ എങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ആ ദൈവം ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. അതീ മുശ്രിക്കുകളുടെ കല്ലിന്റെ ദൈവങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഇലാഹ് നമ്മളോടും ചില ഉപാധികൾ വെക്കുന്നുണ്ട്.
അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ചോദിക്കുന്ന ആളുകളോട് അള്ളാഹ് പറഞ്ഞു മൻ ലാ യർഹം ലാ യുർഹം. നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളോട് നിങ്ങൾ കാരുണ്യം കാണിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ നിങ്ങളോട് തെറ്റ് ചെയ്യുമ്പം അത് മാപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കൂല, പുറത്തു തരികയില്ല എന്ന് കൃത്യമായി അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് എങ്ങനെ നമ്മൾ പുറത്തു കൊടുക്കുക? അത് അസാധ്യമാണ്, അങ്ങനെ ഒന്നില്ല. പക്ഷെ അള്ളാഹു നമ്മളോട് പറയേണ്ടത് നിങ്ങളുടെ മുമ്പിൽ മാപ്പിരെന്ന് വരുന്ന ആളുകൾക്ക് നിങ്ങൾ മാപ്പാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യാലോ? ഒരായത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുന്നാരമോൾ ആയിഷ ബീവി, പ്രവാചക തിരുമേനിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ, നമ്മുടെ മാതാവ്, ഒരു വല്ലാത്ത അപവാദത്തിന്റെ ചുഴിയിൽ കുടുങ്ങിയല്ലോ. 50-ലേറെ ദിവസം അതങ്ങനെ കത്തിപ്പടർന്നു മദീനയിലും പരിസര പ്രദേശങ്ങളിലും. വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും ആ അപവാദ പ്രചരണത്തിന്റെ ഭാഗമായി. അക്കൂട്ടത്തിൽ ആയിഷ ബീവിയുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കുടുംബക്കാരനും പെട്ടുവതിൽ മിസ്തഹ് ഇബ്നു ഉസാസ. അയാൾ ഇതിലെ കണ്ണിയായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു ആയിഷ ബീവി നിരപരാധിയാണ് എന്ന സന്ദേശം നൽകി തിരിച്ചു പോയപ്പോ ആ വിവരമറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇനി ഉസാസക്ക് ഞാനൊന്നും നൽകില്ല. അദ്ദേഹം മുഹാജിറാണ്, അദ്ദേഹം ബന്ധുവാണ്, ഹിജ്റ ത്യാഗം സഹിച്ച് മദീനയിൽ വന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെലവിലാണ് ആ കുടുംബക്കാരൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊന്നും നൽകില്ല. ആയിഷ ബീബി നിരപരാധിയാണ് എന്ന സന്ദേശം അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതിക്കൊടുത്ത് തിരിച്ചുപോയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു വീണ്ടും പ്രവാചകന്റെ അടുത്തേക്ക് അയക്കുന്നു. ഓതിക്കൊടുക്കൂ. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസഅതി അയ്യൂതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അങ്ങനെ പറയരുത്, ഞങ്ങളൊന്നും തരില്ല എന്ന് കഴിവുള്ള ആളുകൾ, അവർക്ക് ബാധ്യതയുള്ള ആളുകളോട് ഇനി ഞങ്ങൾ നിങ്ങൾക്കൊന്നും ഒരു ഖൈറും ചെയ്യില്ല എന്നൊന്നും പറയരുത്. വൽയഅഫു വൽയസ്ഫഹു. മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത്. മാപ്പ് കൊടുക്കണം, വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ 24-ാം അധ്യായത്തിലെ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് മാത്രമല്ല, അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്? അബൂബക്കർ സിദ്ദീഖ് ഇതറിഞ്ഞോ തീരുമാനം മാറ്റി. ഞാൻ ഇനിയൊന്നും കട്ടിയില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു ഇപ്പൊ കൊടുത്തതിന്റെ ഇരട്ടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് നമുക്കൊക്കെ ബാധക. അള്ളാഹു നമുക്ക് ബന്ധുവായി നിശ്ചയിച്ച ബന്ധുക്കൾ ഉണ്ടാകും. അള്ളാഹു നമ്മളുടെ കീഴിൽ ജീവിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ടാകും. അള്ളാഹു നിശ്ചയിച്ചതാണ് അങ്ങനെ. അവരോടൊക്കെയുള്ള ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് തോറ്റുപോകരുത്. മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു അമ്ന നിലനിൽക്കുന്ന ഒരു ഉമ്മത്താണിത്. ഈമാൻ അമ്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിന് ഉള്ളിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം, വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഒരു അമ്നുണ്ടാവണം. ഞാൻ കുടുങ്ങുകയില്ല, ഞാൻ അനീതിക്ക് ഇരയാവുകയില്ല. പ്രതികാര ബുദ്ധി എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കും എന്നോടുണ്ടാവുകയില്ല. വിട്ടുവീഴ്ചയും മാപ്പാക്കലുമായിരിക്കും പകരമുണ്ടാവുക എന്ന്. വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ഓടി അണയണം. സ്വർഗത്തിലേക്കും ഓടി അണയണം. ആരാണവർ? സന്തോഷമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, ഏറപിടിക്കുമ്പോഴും ചെലവഴിക്കുന്നവർ, ദേഷ്യമുണ്ടാകുമ്പോഴും ചെലവഴിക്കുന്നവർ, നല്ല കൂളായി ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ നന്നായി സമ്പന്നതയിലൂടെ മനസ്സിങ്ങനെ വല്ലാതെ പളപളച്ചു പോകുന്ന സന്ദർഭത്തിൽ മാത്രമല്ല അവർ ചെലവഴിക്കുക. അങ്ങേയറ്റത്തെ വിഷമവും പ്രയാസവും സങ്കടവും ചിലപ്പോ ഉറപ്പും ഉള്ള ആളുകൾക്കും അവർ നൽകേണ്ടി വരും.
അവർ നൽകേണ്ടി വരും. നോക്കൂ, അടുത്ത വാചകം, അവർ ഈറയെ മറച്ചു വെച്ചവരാണ്. എന്ന മലയാള പദം, അതിന്റെ സൂട്ടായ മലയാള പദം ഈറ എന്നാണ്. ദേഷ്യം, കോപം എന്നൊന്നും ഫിറ്റാകുന്നില്ല നമ്മുടെ നാടൻ ഭാഷയിൽ. ആ ഈറയെ ഹൈഡ് ചെയ്തു വെച്ച് അയാൾക്കും ഇവർ നന്മ ഗുണം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളാണ് എന്ന് ആളുകൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് വല്ല തെറ്റും ചെയ്ത് വന്നുപോയാൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകും. അവർ അള്ളാഹുവിനോട് മാപ്പിരക്കും. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുമ്പോ ഞാനോ നിങ്ങളോ തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ഈ ഓർമ്മയുടെ അഭാവമാണ് ജഹാലത്ത് എന്ന് പറയുന്നത്, അറിവുകേട് എന്ന് അള്ളാഹു പറഞ്ഞത്. ആ ജഹാലത്തിലാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ഓർമ്മ പലപ്പോഴും മനസ്സിൽ കത്തി നിൽക്കുന്ന സമയമുണ്ടാകും, ഈ ഓർമ്മ കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും. അതിൽ നമ്മൾ അറിയാതെ തെറ്റില്ലുകയും ഈ ഓർമ്മക്കുറവുണ്ടാകുമ്പോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കുറഞ്ഞു പോകുമ്പോ, അങ്ങനത്തെ ഒന്നും സന്ദർഭങ്ങളില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടെയുമല്ലാതെ ജീവിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ അറിയാതെ വീണു പോകുന്ന തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുന്നവർക്കാണ് പുറത്തു കൊടുക്കാൻ അള്ളാഹു ബാധ്യതപ്പെട്ടവൻ. അല്ലാതെ യാതൊരു ഓർമ്മയുമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള യാതൊരു അയാളുടെ വിചാരങ്ങളിൽ അള്ളാഹു, സ്വർഗം, നരകം, ആഖിറം, വിചാരണ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് അങ്ങനെ തോന്നിയാസിയായി ജീവിച്ചു. അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല. ആ സന്ദർഭത്തിൽ ഇന്നി തുബ്തുൽ ആൻ എന്ന് പറഞ്ഞ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് തീർത്തു പറയുന്നു അള്ളാഹുവിന്റെ മതം. തൗബ ഒരു മനോഭാവമാണ്. തൗബ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഹൃദയം നൊന്ത് ഏറ്റുപറച്ചിലാണത്. അതെല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ട എന്താണെന്നറിയോ? സത്യവിശ്വാസികളായ ആളുകൾ, അവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹത ജബലിൻ. തെറ്റ് ചെയ്തു പോയ ഒരു മനുഷ്യൻ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ അടിയിലാണ് അയാൾ ഇരിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയായിരിക്കും. ഏത് സമയവും അതിന്റെ മേൽ പതിക്കാം. അത്രമേൽ അസ്വസ്ഥനായിരിക്കും അയാൾ. മറ്റവൻ അയാളുടെ മൂക്കിന്റെ അതിലെന്തോ ഒരു ചെറിയ പ്രാണി ഇരുന്ന പോലെ അതിനെ അവഗണിക്കുന്ന പ്രശ്നമുണ്ടാവും. അങ്ങനെ അവഗണിക്കരുത്. ആയിഷ ബീവിയോട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ചെറിയ തെറ്റുകൾ അവഗണിക്കരുതേ, അള്ളാഹു പിടികൂടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളിലായിരിക്കുമെന്ന്. ചെറിയതൊക്കെ അങ്ങനെ കൂട്ടിവെച്ചാൽ പിന്നെ അങ്ങനെ വലിയ കൂമ്പാരമാവും എന്നറിയാത്തവരല്ലല്ലോ നമ്മൾ. ഈ വിഷയത്തിൽ അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, അതീവ ഗൗരവമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. യബ്ന ആദം, മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക്. നീ എന്നോട് ആവശ്യങ്ങൾ പറഞ്ഞു, നീ എന്നിൽ പ്രതീക്ഷയർപ്പിച്ചു, അപ്പൊക്കെ ഞാൻ നിനക്ക് പുറത്തു തന്നു. ألم كان فيك ولا أبالي يا ابن آدم لو بلغت ذنوبك عنان السماء ثم استغفرتني وغفرت لك ولا أبالي. നീ ഈ ഭൂമി നിറയെ തെറ്റുകൾ ചെയ്തിട്ടാണ് എന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നത്. ആ നിന്റെ തെറ്റിന്റെ കൂമ്പാരം എനിക്ക് പ്രശ്നമല്ല, ഞാനത് പ്രശ്നമാക്കുന്നില്ല, അതൊക്കെയും ഞാൻ പുറത്തു തരും. ലൗ അതൈത ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة. അവിടെ ഒരു കണ്ടീഷൻ വെച്ചു പടച്ചതമ്പുരാന്റെ പ്രവാചകൻ. അല്ലാഹു ഇത് ഖുദ്സി ഹദീസ്. മനുഷ്യ, നീ എന്റെ മുമ്പിൽ ഒരു വലിയ തെറ്റിന്റെ കൂമ്പാരമായി വന്നു നിൽക്കുന്നു. നിന്റെ ജീവിതത്തിൽ ശിർക്ക് കലർന്നിട്ടില്ലെങ്കിൽ അതൊക്കെയും നിനക്ക് മാഫിറത്തായി മാറും. അങ്ങനെ മാറിയുള്ള ഗുണമെന്താ? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആ സയ്യിആത്തുകളൊക്കെ അള്ളാഹു ഹസനാത്തുകളാക്കി മറിക്കും.
ഇതൊരു വല്ലാത്ത ഓഫറാണ് പടച്ച തമ്പുരാന്റെ. അള്ളാഹുവിന്റെ ഈ ഒരു മുഖം, അള്ളാഹുവിന്റെ ഈ ഒരു ഭാഗം, അള്ളാഹുവിന്റെ ഈ ഒരു സിഫത്ത്, ഇത് നന്നായി പഠിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം കുറെ കൂടെ നന്നാവുക. നമ്മൾ ശിർക്കിൽ നിന്ന് മോചിതരാവുക. മറ്റുള്ളവന്റെ ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന പ്രശ്നമില്ലാതെ അള്ളാഹുവിനോട് മാത്രം മാപ്പിരക്കുന്ന ആവശ്യങ്ങൾ തേടുന്ന അവസ്ഥയുണ്ടാവുക. അത്തരം നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, റമളാനിന്റെ ബാക്കി വരുന്ന ഓരോ സെക്കൻഡും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ധന്യമാക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും പുണ്യകർമ്മങ്ങൾ കൂടുതൽ ജീവിതത്തിൽ ഉണ്ടാക്കാൻ മത്സരിക്കുകയും ചെയ്തുകൊണ്ട് ധന്യമാക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഒന്നുകൂടെ ഉണർത്തുന്നു. നമ്മളൊരു അവസാനത്തെ പത്തിലേക്ക് കടക്കുന്നു. ഈ അവസാനത്തെ പത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവാചകൻ വല്ലാത്ത ജാഗ്രത പുലർത്തിയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന സംഭവം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹാപുണ്യം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രശ്നം. രാത്രി നമസ്കാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും രാത്രി ലൈവാക്കുക എന്നാണ് ഇപ്പോഴത്തെ ഒരു പേര്. അത് തന്നെയാണ് പ്രവാചകനും പ്രയോഗിച്ചത്, അഹ്യൽ ലൈൽ എന്ന്. അവസൂട്ടാണ് അത്. പക്ഷേ അത് മാളുകളിലോ ടെക്സ്റ്റൈൽസുകളിലോ അങ്ങാടികളിലോ മറ്റെവിടെങ്കിലും അല്ല ഹയാത്താക്കേണ്ടത് എന്ന് വളരെ വിനീതമായി എനിക്കൊരപേക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രി നമസ്കരിക്കുന്നവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഈമാനൻ വഹ്തിസാബൻ, ഈമാനും ഇഹ്തിസാബോടും കൂടി വേണം. അങ്ങനെ ഒരു നാളിൽ ഇതാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഒരു സംശയം ഉണ്ടാവുമല്ലോ, ഞാൻ എന്താണ് പ്രവാചകരെ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് പ്രാർത്ഥിച്ചു ആയിഷ എന്ന് നമ്മളോട് കൂടിയുള്ള പ്രാർത്ഥനയാണത്. പ്രാർത്ഥനകൾ നിരന്തരം നന്നായി നടന്നുകൊണ്ടിരിക്കേണ്ട സമയങ്ങൾ കടന്നുപോകുന്നു. ഇഅ്തികാഫിന്റെ നാളുകൾ വരുന്നു. ഇതൊക്കെ അത് അനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലൊക്കെ നല്ല ധാരണയുള്ള ആളുകളാണ്. അല്ലാത്ത ആളുകൾ ജോലിത്തിരക്കും സംഗതികളുമായി അതിന് സാധിക്കാത്ത ആളുകളും ഉണ്ടാവും. ആരായാലും ശരി, അള്ളാഹുവിൻ്റെ ഈ പോലിഷിയാക്കപ്പെട്ട ഈ മാസത്തിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ നന്നായി അതിനോട് മര്യാദ കാണിക്കുന്ന ഒരവസ്ഥ നമ്മളെല്ലാവരും ആ ഒരു ജാഗ്രത പാലിക്കണം. നല്ലൊരു ജാഗ്രത പാലിക്കണം. ആ നാളുകളിൽ വേണ്ടാത്ത കളി വിനോദങ്ങളും തമാശകളും സംഗതികളും ഒക്കെ ആർപ്പുവിളികളും അട്ടഹാസങ്ങളും ഒന്നും ഉണ്ടായിക്കൂടാ. തറാവീഹിന് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അതിനൊരു കൃത്യതയും സംഗതിയും ഒക്കെ കുട്ടികൾക്കും പുതിയ തലമുറക്കൊക്കെ വേണം. പലപ്പോഴും അതൊരു തരം എന്താ പറയാ, അതും ഒരു തരം കളിയായി മാറുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പോരാ, വളരെ ഗൗരവത്തിലായിരിക്കണം പള്ളിയിലേക്ക് ഇബാദത്തുകൾക്ക് വരുന്നതും പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്നതുമൊക്കെ. അത് പിന്നെ തറാവീഹ് കഴിഞ്ഞതിന് ശേഷം കുറേ അങ്ങാടിയിൽ കറങ്ങി പാതിരയായിട്ട് വീട്ടിലെത്താം. അതൊന്നും അല്ല അഹ്യൽ ലൈൽ എന്ന് പറഞ്ഞാൽ. ഉറങ്ങാണ്ടിരിക്കണമെന്നല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ഇനിയുള്ള രാവുകൾ ഉറങ്ങേണ്ടതില്ല എന്നല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ നിങ്ങൾക്ക് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയും, ഓർമ്മകൾ, അതാണ് അഹ്യൽ ലൈൽ. അല്ലാടങ്ങാടിയിൽ ഇങ്ങനെ കളിച്ചിട്ട് രാത്രി 2 മണിക്ക് വന്നുകൊണ്ട് കിടന്നുറങ്ങുക, അതല്ല. ഈ സംഗതികളൊക്കെ സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് നടക്കുന്നത്. അതിനുള്ള ബക്കറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അതിൽ റമളാൻ മാസത്തിൽ കിട്ടുന്ന ഈ കലക്ഷൻ നന്നായി ചെയ്ത് നൽകി സഹായിക്കണം എന്നുണർത്തുകയാണ്. അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മദ്രസയുടെ വർക്കുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ബഡ്ജറ്റ് അല്ല അതിനുള്ളത്. ഒരു 10-60 ലക്ഷം ഉറുപ്പികയുടെ ഭീമമായ ബജറ്റുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അതിന് വന്നുകൊണ്ടിരിക്കുന്ന കലക്ഷന്റെ ഗതിവേഗം പോരാ, സ്പീഡ് പോരാ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിൽ പങ്കാളികളായത് എന്നത് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. വളരെ കുറച്ച് ആളുകൾ. ഇപ്പൊ കലക്ഷൻ പിരിവ് എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിലെ മേൽത്തട്ടിലെ ഏതാനും ആളുകൾക്ക് മാത്രം ബാധകം, ഞങ്ങൾക്കൊന്നും അത് ബാധകമല്ല എന്ന് വന്നുകൂടാ എന്ന് പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരോട് വളരെ വിനീതമായി ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ മാത്രവുമല്ല, മറ്റൊരു കാര്യം തിരുത്തേണ്ട മറ്റൊന്ന്,
നമ്മളിപ്പോൾ ഒരു കലക്ഷൻ ആവശ്യപ്പെട്ടാൽ ഒരു വീട്ടിൽ നിന്ന് ഗൃഹനാഥൻ അതിൽ പങ്കെടുക്കുന്നു. അയാളുടെ കീഴിൽ ആൺകുട്ടികൾ വിദേശത്തും ഒക്കെ നല്ല നിലയിലൊക്കെ ശമ്പളം വാങ്ങുന്ന ജോലിയുള്ള ആൺകുട്ടികൾ ഉണ്ടാവും. അവരെ പങ്കെടുപ്പിക്കുന്നില്ല. ഈ മദ്രസയിൽ പഠിച്ച് മിടുക്കികളായി ദീൻ പഠിച്ച് ഈ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോയ എത്ര പെൺകുട്ടികളുണ്ട്. അവരെ ഈ മാതാപിതാക്കൾക്ക് പങ്കെടുപ്പിച്ചൂടെ? എടീ നീ പഠിച്ച മദ്രസ്, നീ പഠിച്ച മദ്രസ്, ഈ നമ്മളുടെ അടുത്ത തലമുറയും ഒക്കെ പഠിക്കാനുള്ള മദ്രസ്, കേരളത്തിലെ എണ്ണം പറഞ്ഞ നമ്പർ 1 മദ്രസകളുടെ ലിസ്റ്റിലേക്ക് ഉയരാൻ പോകുന്നു. നമുക്കും അതിൽ പങ്കെടുക്കണ്ടേ എന്നൊരു ചോദ്യം വിനീതമായി മാതാപിതാക്കൾ ഈ കുടുംബത്തെ ചേർത്ത് നിർത്തി ചോദിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ നിർബന്ധമായും അയച്ചു തരാൻ ആവശ്യപ്പെടണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് കാശ് ആ വകയിലുണ്ട്. ആ ഒരു ബാധ്യതയുമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ തുകയായി അത് മാറും. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു കവർ കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പം പരപ്പനങ്ങാടിക്കാർക്ക് മാത്രമാണോ കിട്ടിയ, പുറത്തുനിന്ന് വന്ന ആൾക്ക് കിട്ടിയോ എനിക്കറിയില്ല. വരുന്നവർക്കൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടത്. അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞതിനെ പൊളിക്കാനുള്ള പരീക്ഷണമായി മാറരുത്. വളരെ ഗൗരവത്തിൽ ഞാനീ പറഞ്ഞ ഈ വീട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അഥവാ നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും കോൺട്രിബ്യൂഷൻ ഇതിൽ ഉണ്ടാക്കണം എന്നതിന് നിങ്ങൾ മുൻതൂക്കം നൽകുക. ഇത് അടുത്ത സ്റ്റെപ്പാണ്. കുറച്ച് കാശ് വേഗം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പൊടിക്കൈ. ഈ കവറ് ഇന്ന് കൊണ്ടുപോയി അടുത്ത വെള്ളിയാഴ്ചക്കകം അത് കമ്മിറ്റിയെ തിരിച്ചേൽപ്പിക്കുക. അല്ലെങ്കിൽ ജുമുഅക്ക് വരുമ്പോഴെങ്കിലും അതിൽ ഉണ്ടാവുക. അപ്പൊ അത് സാധാരണ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കവറിന് അതിലുണ്ടാകുന്ന സംഖ്യയുടെ കനം കുറഞ്ഞു പോവോ എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു. ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു 100 കിട്ടാണ്ട് ആ കവർ തിരിച്ചേൽപ്പിക്കോ എന്നാണ് എന്റെ പേടി. അങ്ങനെയാവരുത് എന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. മറ്റൊന്ന്, ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് 100 രൂപ നിശ്ചയിച്ചിട്ടുണ്ട്. 28-ാം തീയതിക്കകം അത് കൊടുക്കണം. കാട്ടുങ്ങൽ മുഹമ്മദ് കുട്ടി, വി ഷഫീഖ് എന്നിവരെയാണ് അതുമായിട്ട് നിങ്ങൾ സമീപിക്കേണ്ടത്. അവരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്. സൺഡേ ക്ലാസ് എല്ലാ ഞായറാഴ്ചയും ഉണ്ടാവുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുനീർ സലാഹിയാണ് ഈ ഞായറാഴ്ച അവിടെ ക്ലാസ് എടുക്കുന്നത്. അതിലേക്കും നിങ്ങളെല്ലാവരുടെ സാന്നിധ്യം സാദരം ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്കൊരു മുതൽക്കൂട്ടാക്കി മാറ്റിവെക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂലി ദുനിയാവിൽ അള്ളാഹു തന്നു തീർക്കാതെ പരലോകത്തേക്ക് ബാക്കി വെക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി തീർത്തു നിന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഭാഗമായ നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിലെ ഗസയിൽ ഇപ്പോഴും കണ്ണീര് കുടിക്കുന്നു. കരുതിക്കൂട്ടി സയനിസ്റ്റുകൾ നമ്മുടെ സഹോദരങ്ങളെ കൊന്നുകളയുന്നു. ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന ശപഥത്തോടുകൂടി ഒരു ഫറോവ ലോകത്ത് ഞാനാണ് റബ്ബ് എന്ന ഗമയിൽ ജീവിക്കുന്നു. സർവശക്തനായ തമ്പുരാനെ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഗസയിലെ സഹോദരങ്ങളെ അവർക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്, ഇസ്ലാം മതത്തിന്റെ ശത്രുക്കളിൽ നിന്ന്, ജൂത ലോബികളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിം സഹോദരങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഗസയിലെ ഞങ്ങളുടെ സഹോദരന്മാരെ, മാതാപിതാക്കളുടെ ഞങ്ങളുടെ പിഞ്ചോമനുകളെ നിന്റെ കാരുണ്യം കൊണ്ട് നീ സംരക്ഷിച്ചു നിർത്തണമേ തമ്പുരാനെ. മസ്ജിദുൽ അഖ്സ ദീനിന്റെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇസ്ലാമിന്റെ കൈകളിലേക്ക്, മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കണമേ തമ്പുരാനെ. സുരക്ഷിതമായ സമാധാനമായ ഈ മതമാചരിക്കുവാൻ, നിന്നെ ആരാധിക്കുവാനുള്ള അന്തരീക്ഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നോമ്പുകളിൽ, രാത്രി നമസ്കാരങ്ങളിൽ, സദഖകളിൽ, സക്കാത്തുകളിൽ, മറ്റുള്ള പുണ്യകർമ്മങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ, അറിയാതെ വന്നുപോയ വീഴ്ചകൾ
അറിഞ്ഞ് സംഭവിച്ചു പോയ പിഴവുകൾ നീ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലെത്താൻ നീ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും തുണക്കേണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات